മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 43 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോയ്ക്കെതിരെ നിൽക്കുന്നവര്, ഈശോയെ തള്ളിപ്പറഞ്ഞവരെയും ഉപേക്ഷിക്കാനും അവരുടെ മേൽ അഗ്നി ഇറങ്ങി അവർ നശിക്കട്ടെ എന്ന് പറയാനുമൊക്കെ ചെയ്യട്ടെ എന്ന് ശിഷ്യന്മാര് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ അവരോട് പറയുന്നത് അത് വേണ്ട എന്നുള്ളതാണ്. തനിക്കെതിരെ നിൽക്കുന്നവരെയും തനിക്കെതിരെ സംസാരിക്കുന്നവരെയും അടിച്ചിരുത്തുകയും ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും കുറ്റപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ല ഈശോനാഥനിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് നമ്മളിവിടെ കാണുന്നു. എല്ലാ ശത്രുക്കളെയും നേരിട്ട് ഏറ്റുമുട്ടി പരാജയപ്പെടുത്തണമെന്നില്ല. ഒന്ന് വഴിമാറി നടന്നാൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ? നമ്മുടെയൊക്കെ ശത്രുക്കളോട് നേരിട്ട് ഏറ്റുമുട്ടി